അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വാക്കുകൾ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് സ്വരാക്ഷരത്തിലെ ഐ. ഓക്കെ, ഐ. ഇനി ഐയുടെ ചിഹ്നം എങ്ങനെയാണ്? എയ്ക്കാകെ ഒരു വരയുള്ളൂ, പക്ഷെ ഐയുടെ ചിഹ്നത്തിൽ മുകളിൽ 2 വര വരണം. ഓക്കെ, എയ്ക്ക് ഒരു വര, ഐക്ക് 2 വര. കായുടെ മുകളിൽ ഐയുടെ ചിഹ്നം 2 വര വന്നപ്പോൾ എന്തായി? കൈ. ഓക്കെ, മലയാളത്തിലും കണ്ടോ 2 ചിഹ്നമുണ്ട്. പായുടെ മുകളിൽ 2 വര വന്നപ്പോൾ പൈ. സായുടെ മുകളിൽ 2 വര വന്നപ്പോൾ സൈ. ഓക്കെ, ഇനി കുറച്ച് വാക്കുകൾ നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഐ ആണ്, നമ്മൾ പഠിച്ച ഐ ആണ്. ഐ. നെക്സ്റ്റ് നാ. ലാസ്റ്റ് ലെറ്റർ ക, ചിഹ്നമില്ല, പകുതി ക. ഐനക്, ഐനക്. ഓക്കെ, അടുത്ത അതുപോലെ തന്നെ ഐ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ. നെക്സ്റ്റ് രാ, അല്ലേ? നെക്സ്റ്റ് വാ. ലാസ്റ്റ് ലെറ്റർ ത, ചിഹ്നമൊന്നുമില്ല, അപ്പൊ തായുടെ പകുതി. ഐരാവത്, ഐരാവത്. ഓക്കെ, നെക്സ്റ്റ് മായുടെ മുകളിൽ ഐയുടെ ചിഹ്നം, അപ്പൊ എന്തായി? മൈ, അല്ലേ? നെക്സ്റ്റ് നായുടെ കൂടെ ആയുടെ ചിഹ്നം, നാ, മൈന, മൈന. അടുത്തത് കായുടെ കൂടെ ഐയുടെ ചിഹ്നം, കൈ. നെക്സ്റ്റ് സായുടെ കൂടെ ആയുടെ ചിഹ്നം, സാ, കേസ. നെക്സ്റ്റ് പായുടെ കൂടെ ഐയുടെ ചിഹ്നം, പൈ, സാ, പൈസ. നെക്സ്റ്റ് ഭായാണ്, ഭാരതിന്റെ ഭ, അതിന്റെ കൂടെ ഐയുടെ ചിഹ്നം വന്നപ്പോ ഭൈ, അല്ലേ? നെക്സ്റ്റ് യാ, ആയുടെ ചിഹ്നം, യാ, ഭയ്യ, ഭയ്യ. അടുത്ത സായുടെ കൂടെ ഐയുടെ ചിഹ്നം, അപ്പൊ എന്തായി? സൈ. നെക്സ്റ്റ് നായുടെ കൂടെ ഫസ്റ്റ് ഈയുടെ ചിഹ്നം, ഹ്രസ്വയി, നി. നെക്സ്റ്റ് ക, സൈനിക്. അടുത്തത് ഭൈ, അല്ലെ? ബായുടെ കൂടെ ഐയുടെ ചിഹ്നം, ഭൈ. സീറോട്ട, ഠ, ക, ബൈഠക്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ എല്ലാവരും റിവൈസ് ചെയ്ത് നോക്കുക. ഐയുടെ ചിഹ്നം വരുന്ന വാക്കുകൾ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി അതും കൂടി വായിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.